ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്കോട്ട്ലൻഡിൽ ഒരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മായക്കൊക്കെ പാത്തിരിക്കാം, മായൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് തലാണിച്ചാൽ പിന്നെ മാത്യു കുറേ പാത്തിരിക്കുക. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് മാഞ്ചസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരെ ഗ്ലാസ്ഗോ ആണ്, അവിടെ ഒന്ന് കറങ്ങിയിട്ടുള്ള ബാക്കി അടുത്ത പരിപാടികൾ. അപ്പോൾ നമുക്ക് വിട്ടേക്കാം. ഹലോ ഗൈസ്, മാത്തുവിൻ്റെ നിൽപ്പ് കണ്ടില്ലേ? പോകാൻ ഇറങ്ങിയിട്ട് താക്കോല് വണ്ടിയുടെ താക്കോലില്ല, വണ്ടിയിൽ കയറിയിരുന്നു. താക്കോലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ താക്കോലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മുമ്പിൽ പോയി അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നതിന് ശേഷം വേണം താക്കോൽ എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്ഗോയ്ക്ക് പോകണം. ഹലോ ഗൈസ്, ഗ്ലാസ്ഗോയ്ക്ക് പോയതാണ്. ഇത്ര പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ സീ യു ഗ്ലാസ്ഗോ. നമ്മളിപ്പം ഓൺ ദ വെയിലാണ്. പക്ഷെ ക്ലൈമറ്റ് അല്പം മോശമാണെന്ന് തോന്നുന്നു. കാരണം മഴയാണ്, അങ്ങോട്ടൊക്കെ മഴയാന്ന് പറയുന്നത് കേട്ടത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മളങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണുക, അത്രേ ഉള്ളൂ. ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്, ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പിൽ. പക്ഷെ എങ്ങനെയാകുമെന്ന് അതും കണ്ടറിയണം. ഞങ്ങളിപ്പോൾ മൊത്തം 6 പേരുണ്ട്. ഒരു വണ്ടി ഓൾറെഡി നമ്മുടെ തലയ്ക്ക് പോയിട്ടുണ്ട്. അവരെ അങ്ങോട്ട് നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഏതായാലും നമ്മളങ്ങ് ഏകദേശം പകുതിയായിട്ടുണ്ട്. ഏകദേശം ഇനി നമുക്കൊരു 100-110 മൈൽ കൂടി ഉണ്ട്. എന്നാലും നമ്മൾ ഗ്ലാസ്ഗോ എത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ സ്കോട്ട്ലൻഡിലോട്ട് കാലുകുത്തുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്കോട്ട്ലൻഡിൻ്റെ ഫ്ലാഗ്. ഇതാണ് ഈ സ്കോട്ട്ലൻഡിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ബോർഡറാണ് ഈ കാണുന്നത്. വെൽക്കം ടു സ്കോട്ട്ലൻഡ്. നമ്മൾ സ്കോട്ട്ലൻഡിലോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കാണുന്നുണ്ടല്ലേ, റോഡിൻ്റെ ഇരുവശങ്ങളും മനോഹരമായ മലനിരകളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും. ആ റോഡ് തന്നെ കണ്ടല്ലോ, എന്തൊരു ബ്യൂട്ടിയാണ് റോഡ്. ഈ റോഡ് തന്നെ കാണാം. കാരണം വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞാണ് വണ്ടികളൊക്കെ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. നമ്മളങ്ങനെ ഇപ്പോൾ ഹാമിൽട്ടണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു സർവീസിൽ കയറിയ കാണുന്നു. ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്നുള്ള കണക്കുകളിൽ ഇറങ്ങിയതാണ്. ഇവിടെ ഏകദേശം ഇവിടെ നിന്നൊരു 20 മൈലും കൂടെ ഉണ്ട് ഗ്ലാസ്ഗോയ്ക്ക് ഏകദേശം. അപ്പം ഒരു റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാം. നല്ല ഡ്രൈവ്. പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയാണ്. ഒത്തിരി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കിട്ടി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഡ്രൈവ് ഉണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒരു വെറൈറ്റിയാണ്, നമുക്കൊന്ന് വേറൊരു രീതിയാണ്. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇതാണെങ്കിൽ സ്കോട്ട്ലൻഡ് ഏറ്റവും ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കിടക്കൻ ഒരു വ്യൂ തന്നെയായിരിക്കും. പിന്നെ ഇവിടെ ഇന്ന് ക്ലൈമറ്റിൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നമുള്ളൂ. കാരണം ഇവിടെ പൊതുവായി ഇപ്പം ഇച്ചിരി മഴയാണെന്ന് പറഞ്ഞേക്കുന്ന മൊത്തത്തിൽ. ഈ എഡിൻബർഗ് ആണെങ്കിലും ഗ്ലാസ്ഗോ ആണെങ്കിലും അത്യാവശ്യം മഴയും കാര്യങ്ങളുണ്ട്. എനിക്ക് നമ്മുടെ കൂടെ ഉള്ളവർ എത്തിയിട്ടുണ്ട്. അവർ ഇച്ചിരി ഡിലേ, അവർ മൊത്തത്തിൽ താമസം തോന്നുന്നു. അവരിപ്പോൾ നമ്മളോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ ലഗേജൊക്കെ പാഴ്സൽ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇതാണ് ഡോൺ, അതാണ് അച്ചു. ഒരാളും കൂടെ ഇറങ്ങാനുണ്ടല്ലോ, വക്കറ്റ് എടുത്തേക്ക് എന്നിട്ടാട്ടെ. ഇതാണ് ആര്യ. നമ്മളപ്പം അങ്ങനെ അവിടെ നിന്ന് ഗ്ലാസ്ഗോ ടൗണിലോട്ട് പോയില്ല. നമ്മൾ നേരെ സ്റ്റെർലിംഗ് ക്യാസിലോട്ട് പോയിരുന്നു. കാരണം അല്ല നമുക്ക് ടൈം കിട്ടത്തില്ല. ഇതാണ് സ്റ്റെർലിംഗ് ക്യാസിൽ. ഇതാണ് സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ച ക്യാസിലുകളിലൊന്നാണ് ഇത്. അത്യാവശ്യം നല്ല ഫേമസ് ക്യാസിലാണ്. അതായത് ഇതിലൊത്തിരി ചരിത്ര താളുകളിലുള്ള ഒരു ക്യാസിലും കൂടിയാണ് ഈ ക്യാസിൽ. നല്ല ബ്യൂട്ടിഫുൾ സീനറി തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. നമുക്കൊരു 19 പൗണ്ട് എൻട്രി ഫീ ആയിട്ട് ഇവിടെ കൊടുക്കണം. ഒന്നല്ലേ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. നമ്മൾ ഓൺലൈനായിട്ട് നോക്കി ബുക്ക് ചെയ്യണം, നമുക്ക് ടിക്കറ്റ് കിട്ടും. കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ക്യാസിലാണ്. അത്യാവശ്യം അകത്ത് നോർമൽ എല്ലാം കാണുന്നതുകൊണ്ടൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ഈ സ്കോട്ട്ലൻഡിൻ്റെ ചരിത്രത്തിലെ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ക്യാസിലാണ്. അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയും കയറിയതാണ്. 19.5 പൗണ്ടാണ് നമുക്ക് അകത്ത് കയറണമെങ്കിൽ. ഇതുണ്ടോ,
കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. താഴെ നമ്മൾ ഈ വന്ന റോഡാണ് ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ്. ഇതിൻ്റെ ചുറ്റിനും നമുക്ക് നടന്നാലും ഇതേ സെയിം കാഴ്ച നമുക്ക് ഇങ്ങനത്തെ കാഴ്ച തന്നെ കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ വ്യൂ നമുക്ക് വരുന്ന വഴിക്ക് നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്റർ 5 മൈലിനപ്പുറത്ത് നമുക്ക് കിട്ടുന്നില്ല. കാരണം നല്ല ഹൈറ്റിലാണ് ഈ ക്യാസിലിരിക്കുന്നത്. അപ്പം നല്ലൊരു പുറത്ത് വരുന്ന വഴിക്കൊക്കെ ആ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റിനുമുള്ള ഈ പച്ചപ്പും ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച. ഇതൊക്കെ തന്നെയാണ് ഈ പച്ചപ്പും ഈ പ്രകൃതി ഭംഗിയും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ ഓക്കെ, നല്ല ക്ലൈമറ്റ്, അതുകൊണ്ടൊക്കെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകൾ ലഭിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്, എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറാം. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ മാത്തു ക്യാമറയെ മുഖം കാണിക്കാതെ മുങ്ങി കിടക്കാണ്. ഇതാണ് ആര്യ, ഇത് അച്ചു, ഇത് നമ്മുടെ എൻ്റെ ഒരു കസിനാണ്. അച്ചുവിനെ അങ്ങനെ ആർക്കും പരിചയം കാണത്തില്ല, നമ്മുടെ ഇടുക്കിക്കാരൻ തന്നെയാണ്. അച്ചുവിൻ്റെ വൈഫാണ് ആര്യ. പിന്നെ നമ്മുടെ കാസർഗോഡുകാരൻ ഇതാണ് ഡോൺ മാത്യു, ഡോൺ ജെയിംസ്. അത് നമ്മുടെ മായങ്ക് പാലക്കാരാണ്. നമ്മുടെ മാത്തുവും പാലക്കാരനാണ്. ഇവരൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ബ്ലോഗ് വരുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ക്യാസിലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മളിപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? അതാണ് ഫാൽക്രിക് വീല്, അങ്ങനെ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് UK തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു കാഴ്ചയിലൊരു കാഴ്ചയാണ് ഇത്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് ഫാൽക്രിക് വീല്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ കറങ്ങുന്ന ഒരേ ഒരു ബോട്ട് ലിഫ്റ്റാണ് ഈ കാണുന്നത്. നിരവധി ആൾക്കാരാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇത് നമുക്കൊരു അപൂർവമായ ഒരു കാഴ്ചകൾ ഒന്ന് തന്നെയാണ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ ബോട്ടുകൾ ഇങ്ങനെ മാറ്റി വിടുന്നത്? കാരണം ഇത് മുകളിലത്തെ പാലം കണ്ടല്ലേ, അതുകൂടി ഒരു ബോട്ട് വരും, താഴെ നിന്ന് വേറൊരു ബോട്ട് വന്നതിന് ശേഷം ഇത് കറക്കി ലിഫ്റ്റ് ചെയ്ത് ഏകദേശം 5 മിനിറ്റ് എടുക്കുന്ന 5 മിനിറ്റുള്ളിൽ ഇത് കറങ്ങി മുകളിൽ വരും. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ കയറി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. 17.5 പൗണ്ടാണ് അഡൽസിന് വരുന്നത്. അപ്പോൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താലേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുവഴി നമുക്ക് മുകളിൽ കണ്ടൊരു കനാലാണിത്. അതുവഴി നമ്മളെ എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഈ വരുന്ന ബോട്ട് കണ്ടില്ലേ, ഇതിപ്പം ആൾക്കാരൊന്ന് പോയിട്ട് തിരിച്ച് റിട്ടേൺ വരുന്നതാണ്. ഇതിപ്പം ഇതിൻ്റെ എൻഡിൽ വന്നതിന് ശേഷം അപ്പോൾ ഇത് കറക്കി താഴെ ഇറക്കും. ഇപ്പം താഴെ നിലയിൽ ബോട്ടൊന്നും ഇല്ല. ഇപ്പോൾ ബോട്ട് താഴെ വന്നതിന് ശേഷം അത് റൊട്ടേറ്റ് ചെയ്താണ് കേട്ടത്. ഇതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തേക്കുന്ന സംവിധാനമാണെന്ന് തോന്നി. ഈ കനാലിൽ വേറെ അങ്ങോട്ടൊന്നും പോകുന്നൊന്നുമില്ല. മറ്റേ ഇതിൻ്റെ താഴെ തന്നെ ഇത് സ്റ്റോപ്പാവുകയാണ്. സാക്കാണ് നമ്മളിപ്പോൾ മുകളിൽ വെച്ച് കണ്ട ബോട്ടാണ്. അതിപ്പോൾ ഇതിൻ്റെ എൻഡിലോട്ട് പോവുകയാണ്. അപ്പം അതവിടെ വന്നതിന് ശേഷം താഴെയും ഒരു ബോട്ട് വരും. അവിടെ ഒരു ബോട്ട് വരും, എന്നിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല, നമ്മൾ പുറത്തുനിന്ന്. അപ്പോൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന പുറത്തുനിന്ന് കാണാൻ വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനായിട്ട് എനിക്ക് തോന്നുന്നത് താഴെ ഒരു ബോട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മുകളിൽ ഓൾറെഡി ഒരു ബോട്ട് ഫുള്ളായിട്ട് വന്നിട്ട് വെയിറ്റിങ്ങാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നാളെ കയറ്റിക്കൊണ്ട് ഈ കനാൽ വഴി നമുക്ക് അവർക്കൊരു ഒരു മണിക്കൂർ 1/2 മണിക്കൂർ അങ്ങനെ നമുക്ക് അവരെ ഇവിടെ മൊത്തം ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. ഗൈസ്, ഇതിപ്പം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് നല്ല മഴയാണ്. കറക്റ്റ് സമയമായപ്പോഴത്തേക്കും മഴയും പെയ്യാൻ തുടങ്ങി.
അതായത് നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ വന്ന, അപ്പം മഴ നനഞ്ഞാലും നമ്മൾ ഇതെടുത്തിട്ടോ ബാക്കി കാര്യമുള്ളൂ. അവിടെ താഴെ നിന്നാ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ലിഫ്റ്റ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ എത്താറായി. ഇപ്പോൾ കണ്ടോ മഴയും പോയി. അത്യാവശ്യം തുടങ്ങിയ സ്റ്റാർട്ടിങ് ടൈമിൽ നല്ല സൂപ്പർ മഴയായിരുന്നു. അത്യാവശ്യം എടുത്തിട്ടുണ്ട്. മഴ നനഞ്ഞാണെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. കാരണം നമുക്കിപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ഞാൻ കനാലെന്ന് കനാൽ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഇങ്ങനെ ബോട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സ്കോട്ട്ലൻഡൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ ഇത്. പിന്നെ മാത്രമല്ല കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിലും ഇവിടെ ഒത്തിരി എന്നാ പറഞ്ഞാൽ അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാനായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി പരിപാടികളുണ്ട്. ഇവിടെയൊക്കെ തൊട്ടടുത്താണ്ട് തൊട്ടപ്പുറത്താ മറ്റേ ബലൂണിനകത്തുള്ള സംവിധാനങ്ങളും കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെയും കുറേ ഇതുണ്ട്. പിന്നെ നല്ലൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ ക്ലൈമറ്റ് നമുക്ക് അനുകൂലമായ ഏറ്റവും ബെറ്ററാണ് ഈ സ്കോട്ട്ലൻഡ്. ക്ലൈമറ്റ് അനുകൂലമല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ വിധി പോണൊക്കെ. ഏതായാലും ഇപ്പം നമുക്ക് ആ മഴ തുടങ്ങിയെങ്കിലും ഇപ്പം മഴ മാറിയോണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും ഈ മഴ ഈ 2 ദിവസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാംസൊക്കെ എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. അപ്പം ഏതായാലും ഇത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ ഇവിടെ 17.5 പൗണ്ടാണ് അഡൽസിന് ടിക്കറ്റ്. നേരത്തെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ടിക്കറ്റ് ഉറപ്പുവരുത്തിയിട്ട് വരുന്നതായിരിക്കും ഇവിടെ എല്ലായിടത്തും നല്ലത്. ഇപ്പോൾ ക്യാസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതാണ് ഇതിൻ്റെ അടുത്തു നിന്നുള്ള ഒരു കാഴ്ച. ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ്. കാരണം അത്യാവശ്യം 1.5 വീല് തന്നെയാണ് ഇത്. കാരണം ഇതൊക്കെ കണ്ടുപിടിച്ചവരെ അതിനെ സമ്മതിക്കണത്. കാരണം ഇതിൻ്റെ ആണല്ലോ നമ്മളൊക്കെ ഒന്നുമില്ല ഇതിൻ്റെ താഴെ നിന്ന് കഴിയുമ്പോഴത്തേക്കിന്. പിന്നെ കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതിൻ്റെ ഉള്ളിൽ ഈ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഈ കാഴ്ച കാണാനുള്ള സംവിധാനമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ബ്യൂട്ടിഫുൾ വീഡിയോസായിട്ട് നമ്മൾ വലിയ താമസമില്ലാതെ വരും. അപ്പം ഓക്കെ.